മിഅ്റാജ് നടന്നത് ഇസ്രാ നടന്നത് റജബിലല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് റജബിലാണ് എന്ന് തന്നെ വന്നാൽ പോലും ഈ പറഞ്ഞ ദിവസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. റജബ് മാസത്തിൽ റജബിൻ്റെ 27 രാവ് ഇസ്രാ മിഅ്റാജ് നോമ്പ് എടുത്തുകൊണ്ട് പ്രത്യേക നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയാണ് എന്ന പേരിൽ പ്രത്യേകം ആഘോഷിക്കുന്നത് ഒരു തെളിവുമില്ല, ഒരു അടിസ്ഥാനവും അക്കാര്യത്തിലില്ല. അൽ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ വദകറ ബഅദുൽ ഖുസ്സാസ് അന്ന അൽ ഇസ്റാ കാന ഫി റജബ്. ചില കഥാകാരന്മാർ, ഖുസ്സാസുകൾ, ദീനിൽ പ്രത്യേകമായ വിജ്ഞാനമില്ലാത്ത ആളുകളെ അവരുടെ വികാരം ഇളക്കിവിടുന്നതിനു വേണ്ടി പ്രസംഗിക്കുന്ന ഖുസ്സാസുകൾ, കഥാകാരന്മാർ, അവർ റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ وذلك عند أهل التعديل والترجيح وذلك عند أهل التعديل والجرح عين الكذب. ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള ആളുകൾ അവരുടെ അടുക്കൽ ഇത് തന്നെയാണ് തനിച്ച കളവ്. റജബിലാണ് മിഅ്റാജ് നടന്നത് എന്നത് ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ അരികിൽ അത് തന്നെയാണ് തനിച്ച കളവ് എന്ന് അൽ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായിക്കണം. മിഅ്റാജ് നടന്നത് ഇസ്രാ നടന്നത് റജബിലല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് റജബിലാണ് എന്ന് തന്നെ വന്നാൽ പോലും ഈ പറഞ്ഞ ദിവസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നിനക്കാണോ റസൂലുള്ളാഹിയേക്കാൾ അറിവുള്ളത്? നിനക്കാണോ സഹാബികളെക്കാൾ അറിവുള്ളത്? നിനക്കാണോ ഇമാമിങ്ങളെക്കാൾ അറിവുള്ളത്? നിനക്കാണോ മുഹദ്ദിസുകളെക്കാൾ അറിവുള്ളത്? നിനക്കാണോ ദീനിനോട് അവരെക്കാൾ താല്പര്യവും ആദർശനിഷ്ഠയുമുള്ളത്? അല്ല, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയെടുത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്.